ഉണ്ടാകാം. അത് കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണ്. വിമർശനങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. തിരുത്താനുള്ള മനസ്സ് ഞങ്ങൾക്കുണ്ട്. ഒരു പ്രൊഫഷണൽ ടീമായി, മലയാളത്തിലെ മുൻനിര ചാനലായി, ഒരു മോഡലായി, ജേർണലിസത്തിൻ്റെ ഒരു... നമസ്കാരം. ഏഷ്യാനെറ്റ് ന്യൂസിലെ സിന്ധു സൂര്യകുമാർ അവരുടെ നേർക്കുനേർ പരിപാടിയുടെ വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി അവരുടെ വേദി അഭിസംബോധന ചെയ്യുമ്പോൾ പറയുകയായിരുന്നു, ഞങ്ങൾ മാധ്യമപ്രവർത്തകനാണ്, മാധ്യമപ്രവർത്തനം ഞങ്ങളുടെ പാഷനാണ്. നമ്മൾക്ക് അവർ പറയുന്നത് തന്നെ ഒന്ന് കേൾക്കാം. ജേർണലിസം എന്ന് പറയുന്നത് ഒരു പാഷനാണ്. സത്യത്തിൽ എനിക്കടക്കം ഞങ്ങൾക്ക് എല്ലാവർക്കും അത് പാഷനാണ്. ആ പാഷനുള്ള കാലത്തോളം അത് ഇങ്ങനെ തന്നെ പോകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ ടാഗ് ലൈൻ നേരോടെ നിർഭയം നിരന്തരം എന്ന് തന്നെയാണ്. അതിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഞങ്ങളൊക്കെ ഉള്ളിടത്തോളം അത് അങ്ങനെ തന്നെ ആയിരിക്കും. അത് അങ്ങനെ തന്നെ ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. പരാതികൾ ഉണ്ടാവാം. അത് പരാതികൾ പറയുന്നതിനെ നമ്മൾ കുറ്റം പറയുന്നില്ല. പരാതികൾ ഓഫ് കോഴ്സ് ഉണ്ടാകാം. അത് കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണ്. വിമർശനങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. തിരുത്താനുള്ള മനസ്സ് ഞങ്ങൾക്കുണ്ട്. ഒരു പ്രൊഫഷണൽ ടീമായി, മലയാളത്തിലെ മുൻനിര ചാനലായി, ഒരു മോഡലായി, ജേർണലിസത്തിൻ്റെ ഒരു മാതൃകയായി മാറണം എന്ന് ഞങ്ങളടക്കം ഞങ്ങളുടെ ടീം ആഗ്രഹിക്കുന്നുണ്ട്. മിനിമം സ്റ്റാൻഡേർഡ് നിലനിർത്തുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മിനിമം സ്റ്റാൻഡേർഡ് അല്ല വേണ്ടത്, ഞങ്ങൾക്ക് ഉയർന്ന സ്റ്റാൻഡേർഡാണ് വേണ്ടത്. ഞങ്ങൾക്ക് മിനിമം സ്റ്റാൻഡേർഡ് എങ്കിലും ഉണ്ട് എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമായി മാറുന്ന ഒരു സാഹചര്യമാണ്. അവർ പറയുന്ന വാക്കുകളെ മുഖവിലിക്കെടുക്കുകയാണെങ്കിൽ അവർ മറ്റ് കാര്യങ്ങൾക്കൊന്നും മറുപടി പറയണ്ട. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരളം മുഴുവൻ ഏതാണ്ട് എല്ലാ സംഘടനകളും ജനങ്ങളും ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് സ്വരൂപിക്കുന്ന സമയത്താണ് എസ്റ്റിമേറ്റും എക്സ്പെൻസും ഒന്നും തിരിച്ചറിയാതെ ഒരു കോടതി രേഖ എന്ന നിലയ്ക്ക് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഷാജഹാൻ ഒരു വാർത്ത കൊണ്ടുവന്നത്. തുകയുടെ കണക്കുകൾ പുറത്ത്. ദുരിത മേഖലയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ 3,389 മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് 2,76,00,000 രൂപയും ചെലവിട്ടെന്ന കണക്കുകൾ വ്യക്തമാക്കുന്നു. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നു. ഹെലികോപ്റ്റർ ചാർജ് 17 കോടി രൂപ നൽകിയിരിക്കുന്നു. ദുരിതബാധിതരെ ഒഴിപ്പിക്കാൻ വണ്ടികൾ ഉപയോഗിച്ചവയിൽ 12 കോടി. അതാണ് ഇതിൽ ഏറ്റവും അമ്പരപ്പിക്കുന്ന ഒരു കാര്യം. കാരണം ഈ ദുരിതബാധിതരെയൊക്കെ തന്നെ ഒഴിപ്പിച്ച് അത്രയും പെട്ടെന്ന് ഈ ക്യാമ്പുകളിൽ എത്തിക്കുകയായിരുന്നു. ഈ ക്യാമ്പുകളിൽ എത്തിക്കാനായി, അതായത് മേപ്പാടിയിലേക്കുള്ള ക്യാമ്പുകളിൽ എത്തിക്കാനായി മാത്രം 12 കോടി. മേപ്പാടി മേഖലയിലെ ഏതാണ്ട് 17 കഴിഞ്ഞ ഓഗസ്റ്റ് 12-ാം തീയതി ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കി. ഓഗസ്റ്റ് 23-ന് ദുരന്തവുമായി ബന്ധപ്പെട്ട ഒരു ഹർജി പരിഗണിക്കവേ ഈ മെമ്മോറാണ്ടം സർക്കാർ കേരള ഹൈക്കോടതി സമർപ്പിച്ചു. പിന്നാലെ ഓഗസ്റ്റ് അവസാന വാരത്തിൽ ചീഫ് സെക്രട്ടറി വഴി ഇതേ മെമ്മോറാണ്ടം കേന്ദ്രത്തിന് നൽകുകയും ചെയ്തു. രക്ഷാദൌത്യവും പുനരധിവാസവും തുടരുന്നതിനാൽ ഓരോ പ്രവർത്തിക്കും അതുവരെ ഉണ്ടായതും ഇനി ഉണ്ടാകാൻ സാധ്യതയുള്ളതുമായ ചെലവുകളെല്ലാം കണക്കുകൂട്ടി അതിനൊരു ടോട്ടൽ എസ്റ്റിമേറ്റാണ് സർക്കാർ മെമ്മോറാണ്ടത്തിൽ ഉൾക്കൊള്ളിച്ചത്. അത് ഇന്നലെ വാർത്താ ചാനലുകൾ വാർത്തകളായി കൊണ്ടുവന്നു. ആദ്യം ആ വാർത്ത 24 ആയിരുന്നില്ല കാര്യത്, പക്ഷേ പിന്നീട് 24 അത് ചെലവാക്കിയ തുകയാണ് എന്ന രീതിയിൽ വാർത്തകൾ കൊടുത്തു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ചെലവഴിച്ച തുകയുടെ കണക്കല്ല, അത് എസ്റ്റിമേറ്റ് ആണ്. ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ചെലവും കൂടി കണക്കാക്കി സാധാരണ രീതിയിൽ സർക്കാർ തയ്യാറാക്കുന്ന ഒരു ടോട്ടൽ എസ്റ്റിമേറ്റ് ആണ് എന്ന് മനസ്സിലാക്കി ആദ്യം ആ വാർത്ത തിരുത്തി കൊടുത്തത് 24 ആണ്. എന്നാൽ പുറത്തു വന്ന കണക്കുകൾ പ്രതീക്ഷിക്കുന്ന ആകെ ചെലവിൻ്റേതാണ്, അത് കേന്ദ്രത്തിന് സമർപ്പിക്കാനായി തയ്യാറാക്കിയതാണെന്ന് പിന്നീട് മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും സ്ഥിരീകരിച്ചു. മുഖ്യമന്ത്രി മാത്രമല്ല, വയനാട് ദുരന്തത്തിന് ലഭിക്കാൻ സാധ്യതയുള്ള കേന്ദ്ര വിഹിതത്തിന്റെ സാധ്യതകൾക്ക് തുരങ്കം വയ്ക്കാനാണ് ഈ നടപടിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുകയുണ്ടായി. ആ വാർത്ത തെറ്റാണെന്ന് തെളിഞ്ഞിട്ടും വളരെ മാന്യമായി മാപ്പ് പറയേണ്ടതാണ്. സിന്ധു സൂര്യകുമാർ, നിങ്ങൾ അത് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ പറഞ്ഞ വാർത്തകളുടെ നേരുകേട് നിരവധിയുണ്ട്. അതിനെക്കുറിച്ച് ഓരോന്നിനെ കുറിച്ചും പറയുകയാണെന്ന് വെച്ചാൽ ഒരു ദിവസം തീരില്ല. പക്ഷെ ഇതിനെങ്കിലും നിങ്ങൾ മറുപടി പറയേണ്ടതാണ്. സഖാവ് ഓമനക്കുട്ടനെ കള്ളനായി ചിത്രീകരിച്ച് നിങ്ങൾ നടത്തിയ വാർത്തയ്ക്ക് ഏറ്റുപിടിച്ച മറ്റു മാധ്യമങ്ങൾ മാപ്പ് പറഞ്ഞു. മനോരമയും 24 അടക്കം നിങ്ങൾ മാപ്പ് പറഞ്ഞു. ഒന്ന് തിരിഞ്ഞു നോക്കുക എന്നുള്ളത്, ആരെങ്കിലും ഒന്ന് സൂചിപ്പിക്കുക എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. കണ്ട ഈ കാഴ്ചയുണ്ടല്ലോ, എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതായത് സഖാവ് പ്രസംഗിച്ച് ഇങ്ങനെ കയറി വന്നപ്പോൾ ആ വലത്തെ കൈ ഇങ്ങനെ പൊന്തിച്ചത് നിങ്ങൾ കണ്ടില്ലേ? ആ പൊന്തിച്ച കൈയുടെ ഏകദേശം ഈ ഭാഗത്തായിട്ട് എന്താണുള്ളതെന്ന് നോക്കൂ, ശ്രദ്ധിച്ചു നോക്കൂ. നമ്മൾ സാധാരണ ഒരു പൂട്ടും അറിയില്ലെങ്കിൽ വായി തോന്നിയത് പറയാ. ഷുഗർ മെഷർ ചെയ്യാനുള്ള ഒരു മെഷർമെന്റ് ആണ് അവിടെ വെച്ചിരിക്കുന്നത്. തെമ്മാടി ഭരണം പോകുന്നിടം വരെ തുടരട്ടെ. തെമ്മാടി ഭരണം പോകുന്നിടം വരെ തുടരട്ടെ. എന്തായാലും ഇതിനു മുമ്പ് നിങ്ങൾ സംസാരിക്കുമ്പോഴുള്ള അഹംഭാവം ഇപ്പൊ നിങ്ങളുടെ വാക്കുകളിൽ ഇല്ല. നിങ്ങൾക്ക് തന്നെ നിങ്ങൾ നിൽക്കുന്ന ഭൂമി ചലിക്കുന്നുണ്ട് എന്നുള്ള തോന്നൽ വന്നിരിക്കുന്നു. നിങ്ങളുടെ മുതലാളിയെ നാട്ടിൽ അറിയുന്നു എന്നുള്ളത് പുതിയ കാലത്ത് സാധാരണമായ ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് സാധാരണ ജനങ്ങൾക്ക് ഇപ്പോൾ ബോധ്യമുണ്ട്. അത് തിരിച്ചറിയാത്തത് അന്നം തന്നെ ഉന്നമാവുന്ന നിങ്ങളുടെ ശമ്പളത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് മാത്രമാണ്. തൽക്കാലം ഇവിടെ നിർത്തുന്നു. ബഹുമാനപ്പെട്ട സിന്ധു സൂര്യകുമാർ, നിങ്ങൾ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, ആ വാക്ക് നിങ്ങൾക്കറിയും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, മാപ്ര ആവുന്ന വഴിക്കപ്പുറം നിങ്ങൾ യാത്ര ചെയ്തു എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്
എല്ലാവർക്കും നന്ദി, നമസ്കാരം.